اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 52ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഹൃദയം സംശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ അവനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംതൃപ്തനാകുമ്പോൾ അവനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നമാ ഔറദ അലൈക്കൽ വാരിദ ലിതകൂന ബിഹി അലൈഹി വാരിദ. ഇന്നമ ഔറദ അലൈക, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേൽ സമാഗതമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ചൊരിച്ചിരിക്കുന്നു, അൽ വാരിദ, ദിവ്യപ്രകാശത്തെ. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ദിവ്യപ്രകാശം ഹൃദയത്തിന് നൽകിയത്? ലിതകൂന ബിഹി, ആ ദിവ്യപ്രകാശം കൊണ്ട് നീ ആയിത്തീരാൻ വേണ്ടി, അലൈഹി വാരിദ, അള്ളാഹുവിൻ്റെ മേൽ ഒരുപാട് അമാലുകൾ പെരുപ്പിച്ചുകൊണ്ട് അള്ളാഹു താലയിലേക്ക് സമീപസ്ഥനാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു താല ഈ ദിവ്യപ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നൽകുന്നത് നമ്മൾ ഒന്നും കൂടി അമലുകളൊക്കെ പെരുപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സൗന്ദര്യത്തിന്റെ ഒരംശം ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് അള്ളാഹു താല നൽകിയാൽ സ്വമേധയാൽ അവനക്ക് മനസ്സിലാകും എനിക്ക് ഒരു കഴിവില്ല. അവന്റെ എല്ലാ കഴിവുകളും അതോടുകൂടെ നഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ദിവ്യ സൗന്ദര്യത്തിലേക്ക് അവന്റെ മനസ്സങ്ങ് ചാഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുള്ള ഒരു വസ്തുവിലേക്കും അവന്റെ മനസ്സ് പോകൂല, അള്ളാഹുവിലേക്ക് മാത്രമേ തിരിയുള്ളൂ. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഇന്നമ ഔറദ അലൈക, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേൽ സമാഗതമാക്കിയിരിക്കുന്നു, അൽ വാരിദ, ദിവ്യപ്രകാശത്തെ. എന്തിനു വേണ്ടി? ലിതകൂന, നീ ആയിത്തീരാൻ വേണ്ടി, ബിഹി, ആ ദിവ്യപ്രകാശം കൊണ്ട്, അലൈഹി, അള്ളാഹുവിന്റെ മേൽ, വാരിദ, അള്ളാഹുവിലേക്ക് നീ കൂടുതലും ഇങ്ങോട്ട് അടുക്കാൻ വേണ്ടിയിട്ട്. അതിനാ അള്ളാഹു താല ഇത് എന്ത് ചെയ്യണത്? തരുന്നത്. ഒരു ദിവ്യപ്രകാശത്തിന്റെ ഒരു അംശം അള്ളാഹു താല തന്നു കഴിഞ്ഞാൽ പിന്നെ അവന് പിന്നെ മഹാന്മാര് പറയുന്നുണ്ട്, തക്ലീഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തസ്രീഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ കടക്കുകയാണ്. തക്ലീഫ് എന്ന് പറഞ്ഞാല് മഹാന്മാര് പറയുന്നുണ്ട്, അവന് നിസ്കരിക്കുന്നുണ്ട്, ഔറാദുകൾ ചെല്ലുന്നുണ്ട്, മറ്റെല്ലാ കർമ്മങ്ങളും ചെല്ലുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കടമ പോലെ നിർവഹിക്കണം. അതിനൊക്കെ ഒരു ഭാരം അവനക്കുണ്ട്. നിസ്കരിക്കുകയാണെങ്കിലും ഔറാദ് ചെല്ലുകയാണെങ്കിലും മറ്റ് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഒരു പ്രയാസത്തോടു കൂടെ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് തസ്രീഫ് എന്ന് പറഞ്ഞാൽ മഹബത്ത് കലർന്ന ഒരു അമലുകളായി മാറും. പിന്നെ അത് അവനക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുക. ചെയ്തിട്ടില്ലെങ്കിൽ അവനക്ക് വല്ലാതെ അസ്വസ്ഥത അവന്റെ മനസ്സിലേക്ക് വരും. എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് മഹബത്തിന്റെ ഒരവസ്ഥയിലേക്ക്, ആബിദിൽ നിന്നും ആലിമിലേക്ക്, ആലിമിൽ നിന്നും ആരിഫിലേക്ക്, ആരിഫിൽ നിന്നും മുഹിബിലേക്കാണ് പിന്നെ അവന്റെ സഞ്ചാരം ഉണ്ടാകുക. ഇതൊക്കെ അള്ളാഹുവിന്റെ ദിവ്യപ്രകാശത്തിന്റെ ഒരു അംശമാണ് കേട്ടോ. ഇതൊന്നും അള്ളാഹു താല ഒറ്റയടിക്ക് നൽകൂല. ഇതൊക്കെ പടിപടിയായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നൽകുള്ളൂ. ഞാൻ മുമ്പൊരിക്കൽ റൂഹുൽ ബയാനിലൊരു ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, അള്ളാഹുവേ എനിക്ക് നിന്നെ കാണണമെന്ന് ആശ അറിയിച്ചപ്പോ അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഹൃദയം അള്ളാഹുവിന്റെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ പാകപ്പെടുന്ന അവസ്ഥയിലാകാൻ വേണ്ടി അള്ളാഹു താല എന്താ ചെയ്തത്? ആദ്യം അള്ളാഹു താല മനുഷ്യന്മാർക്ക് ഖിദ്മത്തിന് വേണ്ടി ഈ ലോകത്തേക്ക് അയച്ച കുറച്ച് മലായിക്കത്തുണ്ട്. ആ മലായിക്കത്തിന്റെ തനതായ രൂപത്തിൽ എന്ത് ചെയ്തു? ഓലങ്ങട്ട് മൂസാ നബിന്റെ അടുക്കലേക്കാണ് പറഞ്ഞയച്ചു. അപ്പൊ തന്നെ മൂസാ നബിക്കാകെ പേടിയായി.
അപ്പൊ ആ മലായിക്കത്ത് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, ഇതിലും വലുതാണ് ഇനി വരാൻ പോണത്. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിലെ മലായിക്കത്ത് വന്നു, രണ്ടാമത്തെ ആകാശത്തിലെ മലായിക്കത്ത് വന്നു. ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഞ്ചാമത്തെ ആകാശത്തിലെ മലായിക്കത്ത് അവരെ യഥാർത്ഥ രൂപത്തിൽ വന്നപ്പോ മൂസാ നബി കരഞ്ഞുപോയി. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എനിക്കിത് താങ്ങാൻ പറ്റണില്ല, ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നു. ഇത് പറ്റായിട്ട് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റായിട്ട് മരണപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോഴും ഈ മലായിക്കത്ത് സമാധാനിപ്പിച്ചു, നിങ്ങൾ പേടിക്കണ്ട, ഇതിലും വലുതാണ് ഇനി വരുന്നത്. 6ഉം 7ഉം വന്നപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ പൊട്ടിക്കരഞ്ഞുപോയി. പിന്നെ കരയിൽ നിർത്താൻ കഴിയുന്നില്ല. അപ്പോഴും അവർ പറഞ്ഞു, ഇതിലും വലുതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ ദിവ്യപ്രകാശത്തിന്റെ ഒരു അംശം തൂരിസീന പർവ്വതത്തില് പതിച്ച രംഗം കണ്ടിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഖറ മൂസ സൈഖ. അതായത് അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണോ മൂസാ നബിക്കാണ് 2ാം സ്ഥാനം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണ്, അതല്ല മൂസാ നബി ആണെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതിന് രണ്ടിലും ഓരോരോ ന്യായങ്ങൾ പറയുന്നുണ്ട്. അള്ളാന്റെ റസൂല് നേരിട്ട് അള്ളാഹുവിനെ കണ്ടപ്പോ അള്ളാഹുമായി സംസാരിക്കാനുള്ള കഴിവ് ആർക്കാ കിട്ടിയത്? മൂസാ നബിക്കാ കിട്ടിയത്. അതുകൊണ്ട് മൂസാ നബിക്കാണ് 2ാം സ്ഥാനം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത്രയും വലിയ ഉന്നത ഉത്തംഗ സോപാനത്തിലെത്തിയ ആളാണ് ആര്? മൂസാ നബി. മൂസാ നബിയിലേക്ക് അള്ളാഹുവിന്റെ ദിവ്യ സൗന്ദര്യത്തിന്റെ ഒരു അംശം വന്നപ്പോഴേക്ക് മൂസാ നബി ബോധം കിട്ടുപോയി. ഇവിടെ പറയുന്നത് അള്ളാഹു താല ഒന്നാകം കണ്ട് വെളിപ്പെടുന്ന കാര്യമല്ല പറഞ്ഞിട്ടോ. അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് അംശത്തിൽ നിന്നും ഒരു അംശമാണ് അള്ളാഹു താല ആരിലേക്ക് നൽകുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നൽകുന്നത്. വാരിദ് എന്നും അതിന് പറയലുണ്ട്, ഷാഹിദ് എന്നും പറയലുണ്ട്. വാരിദ് എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകൾ അള്ളാഹു താല ഇട്ടുതരുന്നതിനും വാരിദ് എന്ന് പറയുന്നുണ്ട്. അതല്ല, ആ ദിവ്യപ്രകാശം തന്നെ ഒരു അംശം അള്ളാഹു താല നൽകുന്നതിനും എന്ത് ചെയ്യലുണ്ട്? വാരിദ് എന്ന് പറയലുണ്ട്. ഇവിടെ ദിവ്യപ്രകാശമാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യണത്? മഹാന്മാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇത് അള്ളാഹു താല നേരിട്ട് ഒരു മനുഷ്യനിലേക്ക് ചിലപ്പോൾ നൽകിക്കൊള്ളണമെന്നില്ല. ഇതിന് കമാലിയത്തുള്ള ഒരു മുറബിയായ ഷെയ്ഖിന്റെ ആവശ്യമുണ്ട്. അള്ളാഹു നൂറു സമാവാത്തി മസലു നൂരിഹി എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ ഖുറാനില്, അതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. മഹാന്മാര് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തജല്ലിയാത്തിന്റെ വാരിദാത്തുകളുടെ ഗോഡൌണാണ്. ആര്? ഒരു മുറബിയായ കമാലിയത്തിന്റെ ഷെയ്ഖ്. ആ കമാലിയത്തിന്റെ ഷെയ്ഖ് ഒരു മുരീദിന്റെ ഹൃദയത്തിലേക്ക് നോക്കി അവനിലേക്ക് നൽകപ്പെടാൻ എത്രമാത്രമാണ് നൽകപ്പെടാൻ പറ്റുക? ഒരു ചെറിയ കുട്ടി, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വലിയ ഉരുള ചോറ് കൊടുത്താൽ എന്താ ഉണ്ടാകുക? നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി അല്ലെ? ഒരു വലിയ ഉരുള ചോറ് കൊടുത്താൽ എന്താ ഉണ്ടാകുക അല്ലെ? ആ കുട്ടിക്ക് മുല ചപ്പാൻ പോലും കഴിയില്ല. അത് വല്യമാര് അതിങ്ങനെ ഈമ്പി കാണിച്ചു കൊടുക്കും. അങ്ങനെ പതുക്കെ പതുക്കെ അത് കുടിച്ച് പിന്നെ ഓനേക്കായും വലിയ ഉരുള തിന്നുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തും. അപ്പൊ പതിയെ പതിയെ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ, പടിപടിയായിട്ടാണ് മുറബിയായ ഷെയ്ഖ് എന്ത് ചെയ്യുക? അവിടുത്തെ മുരീദന്മാരെ തർബിയത്ത് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ഒരിക്കലും പോകൂല. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഷംസുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ടാണ് വന്നത്. ഇങ്ങോട്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട റൂമി തങ്ങളെ എന്ത് ചെയ്യാണ്? സംസ്കരിക്കാണ്. അതിന്റെ ചരിത്രങ്ങളൊക്കെ കിതാബ് കാണാൻ കഴിയും. അവര് രണ്ടാളും കൂടി ഒരു ഖൽവത്തില്, ഒരു റൂമിലിരുന്നു, ഒരു ഖൽവത്തിലിരുന്നു. മാസങ്ങളോളം രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയില്ലെന്നാ. കാരണം എന്താ? ജലാലുദ്ദീൻ റൂമി ഷംസുദ്ദീൻ തബ്രീസി എന്ന് പറയുന്ന മഹാന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ വാരിദാത്തുകളിൽ അങ്ങ് ലയിച്ചിട്ട് മറ്റൊന്നിലേക്കും ചിന്ത പോകാത്ത വിധം അല്ലെങ്കിൽ ലയിച്ചിരുന്നു പോയി. ബഹുമാനപ്പെട്ട റൂമി റളിയല്ലാഹു അൻഹു പിന്നെ ഷംസുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പോയ ഒരു വിഷയം പറയുന്നുണ്ട്. അതായത് ആ മഹബത്ത് അങ്ങോട്ട് ഊട്ടി ഉറപ്പിച്ച സമയത്തെ റൂമി കാണാതെ ഷംസുദ്ദീൻ തബ്രീസി അവിടുന്ന് പോയി. പിന്നെ ഷംസുദ്ദീൻ തബ്രീസിയെ കാണാതെ വിഷമത്തിലിരിക്കുന്ന റൂമിയെ കുറിച്ച് കിതാബുകളിൽ കാണാൻ കഴിയും. ഞാൻ മുമ്പൊരിക്കൽ വെള്ളിയാഴ്ച വിഷയം പറഞ്ഞിട്ടുണ്ട്. ജലാലുദ്ദീൻ റൂമി വിഷണ്ണനായി വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് ഒരാള് വന്നിട്ട് റൂമിയോട് പറഞ്ഞു, നിങ്ങളെ ഷെയ്ഖിനെ ഞാൻ കണ്ടു, നിങ്ങളെ ഷെയ്ഖിനെ ഞാൻ കണ്ടു. അതിൽ ബഹുമാനപ്പെട്ടവര് തൻ്റെ അടുത്തുള്ള എല്ലാ വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ ആ മനുഷ്യനങ്ങോട്ട് കൊടുത്തു. അതിൽ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അയാള് വെറുതെ പൊള്ളു പറഞ്ഞതാ, മൂപ്പര് നിങ്ങളെ ഷെയ്ഖിനെ കണ്ടിട്ടൊന്നുമില്ല,
നിങ്ങൾ ഷെയ്ഖിനെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത് കൊടുക്കുന്നു മൂപ്പർക്ക് അറിയാം. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്കത് അറിയാം. യഥാർത്ഥത്തിൽ എന്റെ ഷെയ്ഖിനെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ അവനക്ക് ഞാൻ സമർപ്പിക്കും. അതൊരു പ്രത്യേക ത്രില്ലാണ്. അള്ളാഹുവിന്റെ വാര്യദാത്തുകൾ ഹൃദയത്തിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മാദത്തിന്റെ അവസ്ഥയാണ്. ഒരു മജ്ദൂബിന്റെ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മാറുകയാണ്. പിന്നെ അവനക്ക് ആർക്കും ഓനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞാലും ഓന്റെ മേത്ത് കൊള്ളൂല. ഓൻ ആക്ഷേപിച്ചാ പ്രശ്നമല്ല. ഓൻ എന്ത് ചെയ്താലും എന്തില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഭയമില്ല, സങ്കടമില്ല, ഒരു പരാതിയും അവർക്കില്ല. അവർ ആ ഹുബ്ബിൽ അങ്ങ് ലയിച്ചിങ്ങനെ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാ, ഓന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ എന്ത് വരിക, വാരിദാത്തുകൾ വരിക. മോശപ്പെട്ട ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യൂല, അള്ളാഹുവിന്റെ വാരിദാത്തുകൾ കടക്കൂല. തഹ്ലിയത്തും കഴിഞ്ഞ് തഹ്ലിയത്തിന്റെ ഒരു അവസ്ഥ ഉണ്ട്. എല്ലാ കച്ചടകളെയും ഹൃദയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ നീക്കിക്കഴിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിന്റെ നൂറ് അവിടെ എന്ത് ചെയ്യുള്ളൂ, കടക്കുള്ളൂ. ഞാൻ മുമ്പൊരിക്കൽ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ബഹുമാനപ്പെട്ട തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ ഫഖീഹാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. അതായത് ജമ്മുൽ ജവാമിന്റെ ഒക്കെ ഉസ്താദ്മാർക്കൊക്കെ പറഞ്ഞെത്തി. ഈ തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ, അന്ന് താജുദ്ദീൻ സുബ്കി എന്ന് പറഞ്ഞത് ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തേക്ക് പോയി. അങ്ങനെ ഈ താജുദ്ദീൻ സുബ്കി എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടിയെ വേലക്കാരത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഉമ്മ പുറത്തേക്ക് പോയത്. കുറച്ചു കഴിഞ്ഞപ്പോ കുട്ടി വല്ലാതെ കരഞ്ഞു. ആ സമയത്ത് വേലക്കാരത്തി പല അടവും നോക്കി കുട്ടിയുടെ കരച്ചിൽ മാറാൻ വേണ്ടി, പക്ഷെ കുട്ടിയെ കരച്ചിൽ മാറ്റുന്നില്ല. അവസാനം ഈ വേലക്കാരത്തിക്കും എന്തുണ്ടായിരുന്നു, ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. മൂപ്പത്തേര് വേഗം മുലെടുത്തിട്ട് എന്ത് ചെയ്തു, സ്വന്തം മുലെടുത്തിട്ട് ഈ കുട്ടിക്ക് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു കാണാണ്. വേഗം ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകനെ വാങ്ങിയിട്ട് ആ കുട്ടി കുടിച്ച പാലങ്ങ് ഛർദിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് മഹാന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരാണ് നിങ്ങൾ കാണിക്കുന്നത്, ഒരു ചെറിയ കുട്ടിയോട് കാണിക്കുന്നത് വല്ലാത്ത ഒരു പ്രയാസല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഭക്ഷണവും ഹലാലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയുടെ മുലപ്പാലും എന്താണ്, ഹലാലാണ്. നീ ഒരുപാട് വീടുകളിൽ കയറിയിറങ്ങുന്ന പെണ്ണാണ്, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടിയുടെ വായിലേക്ക് ഹറാമിന്റെ പാലിന്റെ ഒരു കണിക വന്ന് വീണാൽ എൻ്റെ കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറ് കടക്കൂല. ഇനിയിപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആരെ ഹൃദയത്തിക്കാണ് ഈ പറഞ്ഞ ദിവ്യപ്രകാശം വരിക നിങ്ങൾ മനസ്സിലാക്കിയത്. ശൈത്താനിയായ നാറും അള്ളാഹുവിന്റെ നൂറും ഒരു സമയത്ത് സമ്മേളിക്കൂല. നഫ്സാനിയായ കൈതുകളും അള്ളാഹുവിന്റെ നൂറും ഒരേ സമയത്ത് ഹൃദയത്തിൽ സമ്മേളിക്കൂല. ഹൃദയം പൂർണ്ണമായി തഖ്ലിയത്ത് ചെയ്ത് എല്ലാ കച്ചറകളെയും നീക്കി അതിനുശേഷം മാത്രമേ അള്ളാഹുവിന്റെ നൂറ് എന്ത് ചെയ്യുള്ളൂ, ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് വരുള്ളൂ. മോശമായ കൽബിലേക്ക് എന്ത് ചെയ്യൂല. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞതുപോലെ നായ ഉള്ള വീട്ടിലേക്ക് മലായിക്കത്ത് വരാത്തതുപോലെ കച്ചറയുള്ള ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ നൂറ് എന്ത് ചെയ്യൂല, കടക്കൂല. ആ നൂറ് ഹൃദയത്തിലുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ തന്നെ ഹിദായത്തിലാകുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ മതി. ആ ഹൃദയത്തിലേക്ക് നോക്കുന്നതാണ്. ആ ഹൃദയമുള്ള മനുഷ്യന്റെ കൂടെ നിന്നാ മതി. എന്നാൽ തന്നെ മനുഷ്യന്മാരെന്ത് ചെയ്യും, നന്നാവും. ആരെ പോലെ ബഹുമാനപ്പെട്ട ഇടിയങ്ങര ഷെയ്ഖ് പള്ളിയിൽ കിടക്കുന്ന അലാവുദ്ദീൻ ഹിംസി എന്ന് പറയുന്ന മഹാണ്ടല്ലോ, അദ്ദേഹത്തിനെ കണ്ടിട്ട് ആളുകൾ ഹിദായത്തിലാകും, മറ്റേ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിരുന്ന എന്താ, ഹൃദയത്തിൽ പ്രകാശമുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അവമൻ കാന മൈതൻ ഫഹയൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലഹു ഫിളുലുമാതി ലൈസ ബിഖാരിജി മിൻഹാ. അല്ലേ, അവമൻ കാന മൈതൻ, അവർ നിർജീവമായ അവസ്ഥയിലായിരിക്കെ, ഫഹയൈനാഹു, അവനക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ അവനക്ക് ജീവൻ നൽകി. വജഅൽനാ ലഹു നൂറൻ, വജഅൽനാ, നമ്മളാക്കി, ലഹു, അവർക്ക്, നൂറൻ, പ്രകാശത്തെ അവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നൽകി. എന്നിട്ടോ യംശി ബിഹി ഫിന്നാസ്,
ആ ദിവ്യപ്രകാശം കൊണ്ട് അവർ ജനങ്ങൾക്കിടയിലൂടെ നടക്കും. ജനങ്ങൾക്കിടയിലൂടെ അവർ നടക്കും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, കമം മസലഹു ഫിൽ ളുലുമാതി ലൈസ ബിഖാരിജി മിൻഹാ. ഹൃദയത്തിൽ അന്ധകാരത്തിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തു കടക്കാത്ത ഈ മനുഷ്യനും ആ മനുഷ്യനും ഒരുപോലെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല. ഹൃദയത്തിൽ ദിവ്യപ്രകാശമുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതരായ ആളുകളാണ്. അവരുമായി ബന്ധപ്പെട്ടാലേ ഈ സാധനം നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് വരുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അത് നമുക്കൊരംശം കിട്ടിയാൽ മതി. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹുവേ നിന്റെ ഓശാരം കൊണ്ട് ആ ദിവ്യപ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകണം. എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൽബ് ശുദ്ധിയാവണം. അതുകൊണ്ട് നമ്മുടെ കൽബിൽ നിന്ന് അഹങ്കാരം, അസൂയ, ഉൾനാട്യം, ലോകമാന്യം, അതുപോലെ തന്നെ ഹറാമായ ശഹ്വത്തുകൾ, അതുപോലെ ഗീബത്തിന്റെ, നമീമത്തിന്റെ, അമ്മാറത്തുൽ ഉവ്വാമത്തു മുൽഹിമത്ത് പോലത്തെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മ്ലേച്ഛമായ സാധനങ്ങൾ നീക്കിയാൽ മാത്രമേ ഈ വാരിദാത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ജീവിതം വളരെ സന്തോഷകരവും ആനന്ദവുമാണ്. ആ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.